ഹലോ മക്കളെ, നമുക്കറിയാം 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഡ്രീമിലേക്ക് നമുക്ക് എത്തിച്ചേരാനുണ്ടെന്ന് അല്ലേ. പക്ഷെ പലർക്കും ഇന്നും എന്തറിയില്ല, +2 കഴിഞ്ഞ് എന്തിനു പോകണം, എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചൂസ് ചെയ്യണം എന്നൊക്കെ. അപ്പം ഇതിനൊക്കെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ചെറുപ്പത്തിൽ മുതലേ നമുക്ക് എന്തൊക്കെയാണ് കോഴ്സുകൾ ഉള്ളത്, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന സ്കില്ല് എന്താണ്, എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള റൈറ്റ് ചോയ്സ് നമ്മൾ എടുക്കുകയും ആ ഒരു പാത്വയിലൂടെ പോവുകയും വേണം അല്ലേ. അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സർപ്രൈസുമായിട്ട് വരുന്നത്, സൈലം നെസ്റ്റ് ജൂനിയർ എക്സാം. കാരണം 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ് നമ്മൾ. ഇപ്പോഴും നമ്മൾ ഹൈസ്കൂളിലേക്ക് കയറിയിട്ടുണ്ട് എങ്കിലും കുറേ തരത്തിലുള്ള ടെൻഷൻസ് ഉണ്ട് അല്ലേ. ഹൈസ്കൂളിൽ എത്തി, ഇനിയിപ്പോൾ 10ലെ എക്സാം ഉണ്ട്, +2ലെ എക്സാം ഉണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകും, എന്താണ് ഞാനായി തീരുക എന്നുള്ളത്, അതൊക്കെ അറിയണമെങ്കിൽ കൂടെ പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റിയും എൻട്രൻസ് ബേസ്ഡ് എക്സാമിനെ പറ്റിയൊക്കെ നമുക്ക് നല്ലോണം അറിയണം. അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയും വേണം. ബെസ്റ്റായിട്ട് നമ്മുടെ OMR ഷീറ്റുകൾ പോലത്തെ ഈ MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസുകളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് അറിയണം. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് നല്ലൊരു ബേസിക്സ് ഒക്കെ തന്ന്, നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ തന്ന് ഇത്തരത്തിലുള്ള എൻട്രൻസ് ബേസ്ഡ് എക്സാമിന് വേണ്ടി നിങ്ങളെ ഒന്ന് ഒരുക്കിയെടുക്കാനാണ് സൈലം ഒരുക്കുന്ന ഈ ഒരു എക്സാംസും അതുപോലെ ഈ ഒരു ക്ലാസ്സും എന്ന് പറയുന്നത്. അപ്പം 100% സ്കോളർഷിപ്പോടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈലം നെസ്റ്റ് ജൂനിയർ എക്സാം വരാൻ പോകുന്നത് മെയ് 26ാം തീയതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതി ക്വാളിഫൈ ചെയ്താൽ 100% സ്കോളർഷിപ്പോടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആകാം. അപ്പം നിങ്ങൾ ഈ 8ാം ക്ലാസ്സിലെ ബാച്ച് സിലബസിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഹോളിഡേ ബാച്ചിലൂടെയും അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെയും എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ, ഇപ്പോൾ OMR ഷീറ്റിലൊക്കെ എങ്ങനെയാണ് ഈ MCQ തരത്തിലുള്ള എക്സാംസുകൾ എഴുതേണ്ടത്, നെഗറ്റീവ് മാർക്ക് സിസ്റ്റം എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കാനും അതിനുള്ള സിലബസുകൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും കൂടിയായിട്ടാണ് ഈ ഒരു എക്സാം വരുന്നത്. സോ ഈ ഒരു അവസരം മിസ്സാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ തന്നിട്ടുള്ള ലിങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ഈ പഠിച്ച് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഇതുപോലത്തെ എക്സാംസിനെ കുറിച്ച് നല്ലോണം അറിയുകയും പ്രിപ്പയർ ചെയ്യണം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം എന്താണോ അതിലേക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. സോ ഓൾ ദി വെരി